ഹലോ നമസ്കാരം. ഗുഡ് വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കൻ സമൂസയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വാ. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുണ്ട്. അത് ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ബട്ടർ ചിക്കൻ സമൂസയിൽ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തയ്യാറാക്കേണ്ടത് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയാണ്. അതിലേക്കായിട്ട് നമ്മൾ സവോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, 50 കാഷ്നട്ട്, ഒരു പച്ചമുളക്, ഒരു തുണ്ട് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്ക് ഇതിലേക്കായിട്ട് ഒരു സ്പൂണ് കസ്തൂരി മേത്തിയുടെ കൂടെ ആവശ്യമുണ്ട്. മല്ലിയില ആവശ്യത്തിന്, കാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. 2 സ്പൂൺ ഡാൽഡ ആവശ്യമുണ്ട് നമുക്ക് ഇതിലേക്ക്. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. 2 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, 3 സ്പൂണ് കാഷ്നട്ട് പേസ്റ്റ്, 1/2 ലിറ്റർ പാല് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊരു 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് റവ നമുക്ക് ആവശ്യമുണ്ട് ഇതിലേക്ക്. സമൂസയ്ക്ക് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയും കാഷ്നട്ടും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സമൂസയ്ക്ക് നമുക്ക് അയമോദകത്തിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഒരു പിഞ്ച് അയമോദകം നമുക്ക് ആവശ്യമാണ്. ബട്ടർ ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രേവി തയ്യാറാക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി, കാഷ്നട്ട്, തക്കാളി, ഒണിയൻ ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ടത് പേസ്റ്റാക്കി നമുക്ക് എടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഗരം മസാലയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ചേർത്തതിൻ്റെ നല്ലൊരു ഫ്ലേവർ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മസാലകളെല്ലാം നല്ല കറക്റ്റ് പാകത്തിനായിരുന്നു ചേർന്നിരിക്കുന്നത്. അത് കാരണം നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പാല് ചേർത്തതിന് ശേഷം നമുക്ക് അല്പം ക്രീം കൂടി നമുക്ക് ചേർക്കാം. ഫ്രഷ് ക്രീം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നല്ല റിച്ച് ആയിട്ട് വരും. നമുക്ക് ഡോ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദയുടെ ഒപ്പം 2 സ്പൂൺ അരിപ്പൊടി കൂടി നമുക്ക് ചേർക്കാം. 1 സ്പൂൺ ഡാൽഡ, ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ സമൂസ ഷീറ്റിന് ഫ്ലേവർ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അജ്വാൻ ചേർക്കുകയാണ്, അതായത് അയമോദകം 1 പിഞ്ച്. ഇതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ ഡോ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബോൾ പിടിച്ചിട്ടുണ്ട്. 4 ബോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് 8 ബട്ടർ ചിക്കൻ സമൂസ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ സമൂസ ഷീറ്റ് റെഡിയാക്കാം. നമ്മുടെ ഡോ തയ്യാറാക്കുമ്പോൾ വെള്ളം അധികം പാടില്ല, അല്പം ടൈറ്റ് ആയിരിക്കണം. ഓവൽ ഷേപ്പിലാണ് നമ്മൾ സമൂസ ഷീറ്റ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് ഡോയാണ്, അയമോദകമൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഓവൽ ഷേപ്പിലാണ് നമ്മൾ ഷീറ്റ് പരത്തുന്നത്. നമ്മുടെ സമൂസ ഷീറ്റ് റെഡിയാണ്. ഇനി നമുക്ക് ഷീറ്റിലേക്ക് ചിക്കൻ ഫില്ല് ചെയ്യാം. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നത് ഇത് ഷീറ്റ് നന്നായിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാനാണ്. ഇല്ലെങ്കിൽ ഓയിലിൻ്റെ അംശം വന്നു കഴിയുമ്പോൾ വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ ഇത് വിട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. നമ്മുടെ ചിക്കൻ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇതുപോലെ നല്ല തിക്കായിട്ട് ഫില്ല് ചെയ്യണം. ഇനി നമുക്ക് ഫോൾഡ് ചെയ്യാം. നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, ഷീറ്റ് പരസ്പരം ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് 2 വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് ഇത് ഒട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ ചിക്കൻ സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നോർത്ത് ഇന്ത്യൻസ് ആണ് സമൂസ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അവരതിൻ്റെ ആരാധകരാണ്. പഞ്ചാബി സമൂസ നമ്മുടെ ലോകത്ത് തന്നെ പേര് കേട്ട വളരെ ഫേമസ് ആയ സമൂസയാണ്. അടുത്ത എപ്പിസോഡുകളിലെല്ലാം നമുക്കിനി ഓരോരോ ഇതുപോലെ വെറൈറ്റി സമൂസ നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇതിനെ കോരി മാറ്റാം. അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീടുകളിൽ പരീക്ഷിക്കണം. അടുത്ത പുതിയ നാടൻ വിഭവവുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ.